APS എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ആണിത്. അപ്പം നമ്മൾ ആദ്യമേ നമ്മൾ APSന്റെ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ കയറുന്നത്. APSindia.de എന്ന വെബ്സൈറ്റിൽ കയറുന്ന ശേഷം നമുക്ക് ഇവിടെ ഒരു അപ്ലൈ ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. APS അപ്ലൈ ചെയ്യുന്ന ഈ അപ്ലൈ ഓപ്ഷൻ യൂസ് ചെയ്യുക. വൺസ് നമ്മൾ അപ്ലൈ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യമേ നമ്മളൊരു അക്കൗണ്ട് ക്രിയേഷൻ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസർ നെയിമും പാസ്വേഡും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ക്രെഡൻഷ്യൽസ് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യേണ്ട പേജാണ് വരുന്നത്. സോ വാട്ട് വി ഷുഡ് ഡു നെക്സ്റ്റ് ഈസ് നമ്മളൊരു ഇമേജ് അപ്ലോഡ് ചെയ്യുക. 30 KB താഴെ സൈസ് വരുന്നൊരു ഇമേജ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. സോ ഞാനൊരു റീസൈസ് ഇമേജ് വെച്ചിട്ടുണ്ട് ഇവിടെ. ദാറ്റ് ഇസ് ലെസ് ദാൻ 30 KB. അത് കഴിഞ്ഞ് നമ്മളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്യുക. നമ്മുടെ ഇമെയിൽ എൻ്റർ ചെയ്യുക. പിന്നെ നമുക്ക് വേണം നമ്മുടെ ജെൻഡർ കൊടുക്കുക, നാഷണാലിറ്റി എൻ്റർ ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക, പ്ലേസ് ഓഫ് ബർത്ത് ആസ് പെർ പാസ്പോർട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നമ്മുടെ ആധാർ നമ്പറും നമ്മളുടെ പാസ്പോർട്ട് നമ്പറും കൂടി ചോദിക്കും. സോ അത് നമ്മൾ എൻ്റർ ചെയ്യുക. നമ്മളുടെ കോണ്ടാക്ട് നമ്പർ, നമ്മുടെ ആധാർ ലിങ്ക്ഡ് കോണ്ടാക്ട് നമ്പർ കൊടുക്കണം ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മുടെ അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. നമ്മൾ ഫുൾ അഡ്രസ്സ് ഇപ്പം ഞാനിപ്പോൾ ജസ്റ്റ് രണ്ടെണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫുൾ അഡ്രസ്സ് നമ്മൾ എൻ്റർ ചെയ്യുക. സ്റ്റേറ്റ്, കൺട്രി, ആൻഡ് നമ്മുടെ പിൻകോഡ് നമുക്ക് എൻ്റർ ചെയ്യുക. അങ്ങനെ ഈ ഡീറ്റെയിൽസ് മൊത്തം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫുൾ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ബില്ലിംഗ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൽ എങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് 10ന്റെ കാര്യങ്ങൾ ചോദിക്കും. ഇപ്പം CBSE ആണെന്നുണ്ടെങ്കിൽ ബോർഡ് CBSE എഴുതുക. ഇതല്ല ഇനിയിപ്പം ഫോർ എക്സാമ്പിൾ കേരള സ്റ്റേറ്റ് ബോർഡ് ആണെന്നുണ്ടെങ്കിൽ കേരള സ്റ്റേറ്റ് ബോർഡ് എന്നുള്ളത് എഴുതുക. നമ്മളുടെ സർട്ടിഫിക്കറ്റിനകത്ത് കൃത്യമായി ബോർഡ് കാണും. ആ ബോർഡിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് എഴുതുക. ഈ 10th സെന്റർ നമ്പറിന്റെ ആവശ്യമില്ല. 10th പേഴ്സന്റെ എത്രയെന്ന് വെച്ചാൽ അത് എഴുതുക. 12th ബോർഡിനും അതുപോലെ തന്നെ ഏത് ബോർഡാണോ ബോർഡ് എഴുതുക. പാസിംഗ് ഇയർ എത്ര വെച്ചാൽ അത് എഴുതുക. 12% എഴുതുക. ഇതൊന്നും ആസ്പെക്ട് ഇല്ല, ലൈക്ക് മാൻഡേറ്ററി അല്ലാത്ത കോളംസ് ആണെങ്കിൽ പോലും നമുക്ക് അറിയാവുന്ന മാക്സിമം ഡീറ്റെയിൽസ് ഫിൽ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ബാച്ചിലേഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ JEE സ്കോർ എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം, വെൽ ആൻഡ് ഗുഡ്. പിന്നെ ഡിപ്ലോമ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം, വെൽ ആൻഡ് ഗുഡ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവുക. അപ്പം ഇതിനകത്ത് വരുന്ന നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പം ബാച്ചിലേഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ബാച്ചിലേഴ്സ് കൊടുത്തിട്ട് ബാച്ചിലേഴ്സ് യൂണിവേഴ്സിറ്റി നെയിം, കോളേജ് നെയിം, ഡ്യൂറേഷൻ, കോഴ്സ് പർസ്യൂഡ്, പിന്നെ വന്നിട്ട് പാസിംഗ് ഇയർ, പെർസെൻറ്റേജ്, CGPA കൊടുക്കുക. ഈ ഡീറ്റെയിൽസ് സ്റ്റുഡൻറ് ലോഗിൻ ID, പാസ്വേഡ് ആൻഡ് പ്രൊഫഷണൽ ഇമെയിൽ, റെഫറൻസ് പോലെ ചോദിക്കുന്നതാണ് ഇമെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുക, നോ പ്രോബ്ലം. അതുപോലെ തന്നെ നിങ്ങൾ ഇനി മാസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ഓൾറെഡി ഉണ്ട്, 2-3 അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് മാസ്റ്റേഴ്സ് കൊടുത്തിട്ട് സെയിം പ്രൊസീജിയർ ഇവിടെയും ചെയ്യുക. ഇത് രണ്ടും ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത പേജിലേക്ക് പോകും. ടെസ്റ്റാസിന്റെ ഒരു പേജാണ്. മാസ്റ്റേഴ്സ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് യു ക്യാൻ ഫോർവേഡ് ടു ദ നെക്സ്റ്റ് പേജ്. ബാച്ചിലേഴ്സ് അപ്ലൈ ചെയ്യുന്നവർ 13 ഇയർ എഡ്യൂക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ടെസ്റ്റാസ് മാസ്റ്റർ എഴുതിയിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റാസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. അതല്ല മാസ്റ്റേഴ്സ് ഉള്ളവർക്ക് നിങ്ങൾക്ക് കാണാം ഇതൊരു മാൻഡേറ്ററി ഫീൽഡ്സ് അല്ല, ആസ്ട്രിക് സിമ്പിൾസ് എവിടെയും ഇതിനോട്ട് ചെയ്തിട്ടില്ല. സോ യു ക്യാൻ ജസ്റ്റ് ഗോ ടു നെക്സ്റ്റ് ആൻഡ് ലാംഗ്വേജ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഇപ്പം ഇംഗ്ലീഷ് ആണുള്ളതെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കുകയും നിങ്ങൾക്ക് ഏതാണ് ടോഫിലുള്ള IELTS ആണ് ഏതാണെന്ന് കൊടുക്കുകയും അതിന്റെ റിസൾട്ട്സ് ഇവിടെ ചെയ്യുകയും ചെയ്യാം. അതല്ല ജർമ്മൻ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ രീതിയിൽ തന്നെ ബാക്കി കാര്യങ്ങൾ അതുപോലെ തന്നെ അതിനുള്ള
ഓപ്ഷൻസ് ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്തത് ആ ഓപ്ഷൻസ് കൊടുക്കുക. രണ്ടുമുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ കൊടുത്ത് രണ്ടിന്റെയും അനുസരിച്ച് കൊടുക്കുക. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിന് ശേഷം നമ്മൾ നെക്സ്റ്റിലേക്ക് പോവുക. അവിടെയാണ് ഈ പേയ്മെന്റ് ഡീറ്റെയിൽസ് വരുന്നത്. 18,000 rupees ആണ് നമുക്ക് വരുന്നത്. അപ്പം നമ്മളുടെ രണ്ട് രീതിയാണ് ഉള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് പേ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് GC Avenue പേയ്മെന്റ് ഗേറ്റുകൾ കൂടെ പേ ചെയ്യാം. അപ്പം ഓഫ്ലൈൻ ആയിട്ട് പേ ചെയ്യുന്നവർ നമ്മൾ ഓൾറെഡി പേ ചെയ്തിരിക്കണം. ഈ എന്താ പറയാ, നിങ്ങൾ ആപ്ലിക്കേഷന് മുന്നേ ഓൾറെഡി ഫസ്റ്റ് പേ ചെയ്തതിന് ശേഷം ഫസ്റ്റ് നെയിം ഓഫ് പേയർ, ലാസ്റ്റ് നെയിം ഓഫ് പേയർ, നമ്മൾ പേ ചെയ്ത IFSC കോഡ്, എമൗണ്ട് പെയ്ഡ്, ഡേറ്റ് ഓഫ് പേയ്മെന്റ്, ബാങ്ക് നെയിം, ട്രാൻസാക്ഷൻ റെഫറൻസ് നമ്പർ, ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതായിരിക്കും. സോ അതാണ് ഇതിന്റെ ഒരു പ്രോസസ്സ്. ഇത്രയേ ഉള്ളൂ APSന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യം ഇതെല്ലാം കൂടെ നമ്മൾ കൊറിയർ ചെയ്യണം. ഇത് കൊറിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാണാം, ഇങ്ങനത്തെ കുറച്ച് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു സ്റ്റുഡന്റ് ഓതറൈസേഷൻ ലെറ്റർ ഉണ്ട്. ഈ സ്റ്റുഡന്റ് ഓതറൈസേഷൻ ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് ഫിൽ ചെയ്ത് സൈൻ ചെയ്യണം. പിന്നെ ഒരു ഗ്രാജുവേറ്റ്സ് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് വരുന്നുണ്ട് വേറെ. സോ ആ ചെക്ക് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓൺലൈൻ ചെയ്തതിന് ശേഷം കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു അക്കൗണ്ട് ആക്റ്റീവായി അല്ലെങ്കിൽ അക്കൗണ്ട് ആക്ടിവേഷൻ കഴിഞ്ഞു മെയിൽ വരും. സോ അതിനുശേഷം നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിനകത്ത് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതിനകത്ത് തന്നെ സൈനും വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുക. പിന്നെ APSന്റെ ഫീ ട്രാൻസ്ഫർ റെസിപ്റ്റ്, ആധാർ കോഡ് വിത്ത് ലിങ്ക്ഡ് മൊബൈൽ നമ്പർ, അതിന്റെ കോപ്പി, പാസ്പോർട്ടിന്റെ കോപ്പി, 12th മാർക്ക് ഷീറ്റ്, സർട്ടിഫിക്കറ്റ്, അഡ്മിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത്, 10th മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും, പിന്നെ ബാച്ചിലേഴ്സിന്റെ മാർക്ക് ഷീറ്റ്സ് എല്ലാ ദിവസത്തിന്റെയും അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റ്, ബാച്ചിലേഴ്സ് ഡിഗ്രി, നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നോട്ട് ഓൾഡർ ദാൻ 1 year പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, മാസ്റ്റേഴ്സ് ഡിഗ്രി, ട്രാൻസ്ക്രിപ്റ്റ്, IELTS അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സ്, ഇതിന്റെ എല്ലാം ഒറിജിനൽ വേണ്ട, ഇതിന്റെ എല്ലാം ഫോട്ടോ കോപ്പി, കളേർഡ് ഫോട്ടോ കോപ്പിയാണ് വേണ്ടത്. ഇതെല്ലാം കൂടെയാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ഇനി ഇത് അയച്ചു കൊടുക്കേണ്ട അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അഡ്രസ് ഞാൻ വീഡിയോയുടെ എൻഡിൽ കൊടുക്കാം. ഇതാണ് നമുക്ക് പേയ്മെന്റ് വേണ്ട അഡ്രസ്സ്. ഈ അക്കൗണ്ടിലേക്കാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ ഞാൻ സെപ്പറേറ്റ് ആയി കൊടുത്തേക്കുന്നുണ്ടായിരിക്കും. സോ ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കി പൈസ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് എല്ലാം കൂടെ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന അഡ്രസ്സിലേക്ക് കൊറിയർ ചെയ്യുക. അതാണ് നമ്മളുടെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് APS പ്രൊസീജിയർ വരുന്നത്. APS നിങ്ങൾ വൺസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു വെരിഫിക്കേഷൻ ഫോം കിട്ടും. ആ ഫോം വെച്ചിട്ട് തന്നെ നമുക്ക് ജർമ്മനിലേക്ക് ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് അഡ്മിഷൻ വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ കോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ APSന്റെ ആപ്ലിക്കേഷൻ ഫോം മാത്രം മതി. അതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ള പ്രൂഫ് മാത്രം മതി നമുക്ക് കോഴ്സസ് അപ്ലൈ ചെയ്ത് തുടങ്ങാനായിട്ട്. സോ ഇതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ത്രൂ മൈ വാട്സ്ആപ്പ് +467615895114. നമ്മളിത് മാത്രമല്ല, നമ്മൾ ജർമ്മൻ അഡ്മിഷൻസ് ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ബാക്കി വീഡിയോസ് ഉടനെ ഇടുന്നതായിരിക്കും. താങ്ക് യു.